വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ പ്രത്യേകമായും അവതരിപ്പിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ ഒരു ചൈതന്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഉത്ഥാനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തത്, ഉത്ഥാനത്തിൻ്റെ അഭാവത്തിൽ, ഉത്ഥാനമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ 2 ചോദ്യങ്ങൾ അതിന് നൽകുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. മാർപ്പാപ്പ വിശദീകരിക്കുകയാണ്. ഒരു ഭവനം അതിൻ്റെ അടിത്തറയിൽ നിലനിൽക്കുന്നത് പോലെ, അടിത്തറയിലാണ് ഭവനം നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. നമ്മുടെ വിശ്വാസവും പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ്. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്ത. അപ്പം നമ്മുടെ വിശ്വാസ സംഹിതയിൽ നിന്ന്, നമ്മുടെ പ്രബോധനത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ സഭയാകുന്ന ഭവനം തകർന്നടിയുന്നു. മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. നമ്മുടെ പാപഭാരം തൻ്റെ ചുമലിൽ വഹിച്ച് മരണത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഈശോ കുരിശിൽ ബലിദാനമായി സ്വയം അർപ്പിച്ചു. അതാണല്ലോ അവിടുന്ന് ചെയ്തത്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിച്ചത് അതാണ്. തിരുവുത്ഥാനത്തിൽ ഈസ്റ്റർ ദിനം അവിടുന്ന് അവയെ തകിടം മറിച്ച് അവയുടെ മേൽ വിജയം നേടുകയും പുനർജന്മത്തിലേക്കും ഒരു പുതിയ ജീവനിലേക്കുമുള്ള പാത നമുക്കായി തുറന്നു തരികയും ചെയ്തു. വിശുദ്ധ പത്രോസിൻ്റെ ആദ്യ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം ഇത് ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരകത്താൽ ഈശോ മിശിഹായുടെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ്ലീഹായുടെ വാക്കുകളാണ്. 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 വചനങ്ങളാണിത് നാം വായിച്ചത്. അതിനാൽ തിരുവുത്ഥാനത്തോടെ സമ്പൂർണമായും നവീനമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നതായാണ് അപ്പസ്തോലൻ പ്രസ്താവിക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് നമ്മൾ പുതുജീവനിലേക്ക് ജന്മമെടുത്തിരിക്കുന്നു. നമ്മളിത് എപ്പോഴാണ് നേടുക? അതാണ് ചോദ്യം. ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലാണ് നാം ഇത് നേടുന്നതും അതിൽ പങ്കുകാരാകുന്നതും. പുരാതന കാലങ്ങളിൽ ആചാരപരമായി ജലത്തിൽ മുങ്ങിയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നയാൾ ദേവാലയത്തിൽ ജ്ഞാനസ്നാനം നൽകുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വലിയ പരന്ന പാത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ മെത്രാനോ പുരോഹിതനോ അയാളുടെ തലയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിച്ചയാൾ ജ്ഞാനസ്നാന തൊട്ടിയിൽ നിന്നും പുറത്തു വന്ന് പുതുവസ്ത്രം ധരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും ജ്ഞാനസ്നാനാർത്ഥി സ്വയം ആമഗ്നനാക്കി അല്ലെങ്കിൽ ആമഗ്നയാക്കി പുതുജീവനിലേക്ക് ജന്മമെടുത്തവളായിത്തീരുന്നു.
അയാൾ ഒരു ദൈവപുത്രിയായി തീരുന്നു. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. അതുകൊണ്ടാണ് മാമോദീസ കർത്താവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ് എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹായുടെ റോമാക്കാർക്കുടെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാചകം നമുക്കിവിടെ കേൾക്കാം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേനയാണ് നാം ആഭാ, പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-16 തിരുവചനങ്ങളാണിത്. ജ്ഞാനസ്നാനത്തിൽ നാം സ്വീകരിച്ച അതേ ആത്മാവ് തന്നെയാണ് ദൈവത്തെ പിതാവേ എന്നും, വളരെ വ്യക്തമായി പറഞ്ഞാൽ പപ്പ എന്നും ഡാഡി എന്നും ഒക്കെ അർത്ഥമുള്ള ആഭാ എന്ന് വിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആഭാ എന്ന വാക്ക് ഒരു കുഞ്ഞ് തൻ്റെ അപ്പച്ചനെ വിളിക്കുന്ന പേരാണ്. നമ്മൾ ദൈവത്തെ വിളിക്കാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ലായിരുന്ന ഒരു സമയം. അതുകൊണ്ടാണല്ലോ ഈശോ എൻ്റെ പിതാവ് എന്ന് ദൈവത്തെ വിളിച്ചപ്പോൾ അത് വലിയ ദൈവദൂഷണമായി യഹൂദന്മാർ കണ്ടത്, പ്രീശന്മാർ കണ്ടത്, നിയമജ്ഞന്മാർ കണ്ടത് നമ്മളത് ഓർക്കണം. ദൈവമക്കൾ എന്ന നിലയിലുള്ള ഒരു അവസ്ഥാന്തരം നമ്മിൽ സംജാതമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ പെസഹാ രഹസ്യത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ഏറ്റവും മഹോന്നതമായ ദാനം ഇതാണ്. മാത്രമല്ല, ദൈവം നമ്മോട് മക്കളോടെന്ന പോലെ പെരുമാറുന്നു. അവിടുന്ന് നമ്മെ മനസ്സിലാക്കുന്നു, നമ്മോട് ക്ഷമിക്കുന്നു, നമ്മളെ ആശ്ലേഷിക്കുന്നു, തെറ്റ് ചെയ്താൽ പോലും സ്നേഹിക്കുന്നു. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാൽ പോലും ദൈവം നമ്മെ ഒരു നിമിഷവും മറക്കുകയില്ലെന്ന് യേശയ്യാ പ്രവാചകൻ മുൻകൂട്ടി തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് അതിമനോഹരമായ ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനിക്ക് സ്വന്തമായി ലഭിക്കുന്നത് എന്നത് ഓർക്കാം. അപ്പോൾ തുടരുകയാണ്. എന്ന് വരികിലും പുത്രോചിതമായ ഈ സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ടതായ ഒരു നിധിക്ക് സമാനമല്ല. ഇത് നാം പരിപോഷിപ്പിക്കേണ്ടതുണ്ട്, വളർത്തണം. ദൈവവചന ശ്രവണം, പ്രാർത്ഥന, കുദാശകളിലെ ഭാഗഭാഗിത്വം, പ്രത്യേകിച്ച് സ്നേഹത്തോടെയുള്ള അനുരഞ്ജന കുദാശയുടെയും ദിവ്യകാരുണ്യത്തിൻ്റെയും സ്വീകരണം എന്നിവയാൽ ഈ സ്നേഹബന്ധം പരിപോഷിപ്പിക്കപ്പെടണം. ക്രൈസ്തവ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാർത്ഥതയോടെ അത് ചെയ്യുന്നത് വഴിയാണ് നാം മക്കൾക്കടുത്ത രീതിയിൽ വളരുന്നത് എന്നതാണ് ഇവിടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് ദൈവമക്കളെ പോലെ ജീവിക്കാൻ കഴിയും. നമ്മുടെ മഹത്വം അതാണ്. നമുക്ക് മക്കളുടേതായ ഒരു വൈശിഷ്ട്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ യഥാർത്ഥ ദൈവമക്കളെ പോലെ നാം പെരുമാറണം. ഇതാണ് നമ്മുടെ വിളി, നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയുമാണത്. അതായത് അനുദിനം നമ്മെ രൂപാന്തരപ്പെടുത്താനും നമ്മെ അവിടുത്തോട് സദൃശമാക്കാനും നാം ഈശോയെ അനുവദിക്കണം. നമ്മുടെ നാഥനെ നമ്മൾ അനുവദിക്കണം. നമ്മുടെ പരിമിതികളും ബലഹീനതകളും മറികടന്നുകൊണ്ട് ക്രൈസ്തവരായി ജീവിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ബലവാൻ സ്വർഗരാജ്യം കരസ്ഥമാക്കുമെന്നാണല്ലോ ചൊല്ല്. കഠിനമായ ഒരു അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന അധ്വാനത്തെ ദൈവമാണ് അണിയിക്കുന്നത്. ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ദൈവത്തെ മാറ്റി നിർത്തുവാനുള്ള പ്രലോഭനം
സദാസമയവും നമ്മുടെ ചുറ്റുമുണ്ട് എന്ന കാര്യം മറക്കരുത്. പാപാനുഭവങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെയും ദൈവമക്കളെന്ന നിലയിലുള്ള ആസ്തിക്യത്തെയും മുറിവേൽപ്പിക്കുന്നതാണ്. ഇക്കാരണത്താൽ ദൈവത്തെ കൊണ്ടൊരാവശ്യവുമില്ല, അവിടത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്നിങ്ങനെ പറയുന്ന മനസ്ഥിതിയാൽ നയിക്കപ്പെടാൻ നാം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അതാണ് സത്യം. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മോട് പറയുന്നു, ഇതിന് വിശ്വാസധീരത അത്യാവശ്യമാണ്. ദൈവത്തെ കൊണ്ട് നമുക്ക് ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നത് തികച്ചും വിരുദ്ധ ചിന്താഗതിയാണ്, നമ്മുടെ നന്മയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. ദൈവമക്കൾ എന്ന നിലയിലുള്ള പെരുമാറ്റം ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കുറവുകളിലും പാപങ്ങളിലുമെല്ലാം നിരാശരാകാതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹത്താൽ നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുമെന്നുമുള്ള ചിന്തയാൽ സജീവമാക്കപ്പെട്ട് പ്രശാന്തതയും സന്തോഷവും അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവമാണ് നമ്മുടെ ശക്തി, അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ സുസ്ഥിരതയാർന്ന പ്രത്യാശയിൽ നാം പ്രഥമഗണനീയരായിത്തീരുകയും എല്ലാവരും അതിൻ്റെ ദൃശ്യവും വ്യക്തവും ഉജ്ജ്വലവുമായ അടയാളങ്ങളായി വർത്തിക്കുകയും വേണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മെ ഒരിക്കലും പരാജിതരും നിരാശരുമാക്കി തീർക്കാത്ത പ്രത്യാശ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൊല്ലം ജൂബിലി വർഷമാണ്. സഭയിൽ പ്രത്യേകം മാർപ്പാപ്പ ചിന്താവിഷയമാക്കി അവതരിപ്പിക്കുന്ന വചനമാണിത്. നമ്മെ ഒരിക്കലും പരാജിതരും നിരാശരുമാക്കി തീർക്കാത്ത പ്രത്യാശ ഉത്തിതനായ യേശു ക്രിസ്തുവാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനമാണിത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല, അധപ്പതിപ്പിക്കുന്നില്ല. കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്, അതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ എത്ര സാധാരണയായാണ് മാർപ്പാപ്പ ചോദിക്കുക പ്രത്യാശ അപ്രത്യക്ഷമാകുന്നത്. നമ്മൾ എളുപ്പത്തിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നു. ഹൃദയത്തിൽ പ്രതീക്ഷകൾ ശൂന്യമായി തീരുന്നത് എത്രയോ സാധാരണമാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നുണ്ട്. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ പ്രത്യാശ ശക്തവും ഭദ്രവും ശ്രേഷ്ഠവുമാണ് ആയിരിക്കണം. മാർപ്പാപ്പ നമ്മെ ഉപദേശിക്കുന്നു. എന്തെന്നാൽ ഈ ഭൂമിയിൽ ചരിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രത്യാശ നിത്യതയിലേക്ക് തുറവിയുള്ളതും സദാ വിശ്വസ്തനായ ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളതുമാണ് ആയിരിക്കണം. അതാണ് സംഭവിക്കേണ്ടത്. ഈ ഭൂമിയിൽ ചരിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രത്യാശ നിത്യതയിലേക്ക് തുറവിയുള്ളതാണ്. അതിൻ്റെ വീക്ഷണത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കരുപിടിപ്പിക്കുന്നത്. ഇവിടെ ഈ ലോകത്ത് സദാ വിശ്വസ്തനായ ദൈവത്തിൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വിശേഷണം വിശ്വസ്തനാണെന്നാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന്. ഒരു വാക്കും ലംഘിക്കാത്തവനാണ് അവിടുന്ന്. എല്ലാം പൂർത്തിയാക്കുന്നവനാണ് അവിടുന്ന്. അതിലാണ് നമ്മുടെ പ്രത്യാശ നമ്മൾ ഉറപ്പിക്കുന്നത്, വചനത്തിലാണ്. ഒരു കാര്യം നമ്മൾ മറക്കരുത്. പാപ്പ നമ്മോട് പറയുകയാണ്, ദൈവം നമ്മളോട് സദാ വിശ്വസ്തനാണ്. ജ്ഞാനസ്നാനത്താൽ ഈശോയോടൊത്ത് വിശ്വാസമെന്ന ദൈവിക ദാനത്താൽ ഉയർപ്പിക്കപ്പെട്ടവരായ നാം ദുഷിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനന്തര അവകാശത്തിന് അർഹരാണ്. നിത്യജീവിതത്തിന് നമ്മൾ അർഹരാണ്. ഇത് ദൈവിക കാര്യങ്ങൾ അനുസ്യൂതം അന്വേഷിക്കുവാനും ദൈവത്തെക്കുറിച്ച് സദാ ചിന്തിക്കാനും അവിടുത്തോട് സദാ പ്രാർത്ഥിക്കാനും നമുക്ക് പ്രേരണ നൽകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ പ്രത്യാശയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാകണം. ഉത്ഥാനം നമുക്ക് തരുന്ന വലിയ വെളിച്ചമാണിത്, പ്രത്യാശയാണിത്. മറ്റൊരു ചിന്ത മാർപ്പാപ്പ തുടരുന്നത്, ക്രൈസ്തവരായിരിക്കുക എന്നാൽ കൽപ്പനകൾ അനുസരിക്കുക എന്നത് മാത്രമല്ല. മിനിമം കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അത് പോരാ. അതുകൊണ്ടാണല്ലോ നിത്യായുസ് പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച ചെറുപ്പക്കാരനോട്
അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, നിനക്കൊരു കാര്യം കുറവുണ്ട്, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ വന്ന് എന്നെ അനുഗമിക്കുക. അവൻ്റെ കാരണം എന്താണ്? അവനെ അടിമപ്പെടുത്തിയിരുന്നു സമ്പത്ത്. പണത്തിൻ്റെ പിറകെ ഓടുന്നവനായിരുന്നു. അതാണ് അതിൻ്റെ അപകടം. അപ്പം കൽപ്പനകൾ അനുസരിക്കുക എന്നത് മാത്രമല്ല, ഈശോയെപ്പോലെ ചിന്തിച്ചുകൊണ്ട്, അവിടുത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ട്, അവിടുത്തെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവിടുന്നിൽ ആയിരിക്കുക എന്നതാണ് പ്രധാനം. ഈശോയിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പൗലോസ്ലീഹ നമ്മോട് പറയുന്നതാണ്. പഴയ മനുഷ്യനായി പഴയ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഉത്ഥാനം അതുകൊണ്ട് നമ്മളെ എല്ലാം പുതുതാക്കുകയാണ്, നവീനമാക്കുകയാണ്, ആകാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് അതിനെ മാറ്റിമറിച്ച് രൂപാന്തരപ്പെടുത്തി തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും അതിനെ സ്വതന്ത്രമാക്കുക എന്നതാണ് ഈശോയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മുടെ ജീവിതം പോകേണ്ട വഴിയാണ് പാപ്പ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മാർപ്പാപ്പ തൻ്റെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രത്യാശയ്ക്കായി നമ്മിലേക്ക് തിരിയുന്നവർക്ക് ഉത്ഥിതനായ ഈശോയെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15 നാം അത് വായിക്കുന്നത്. നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഉത്തരം എന്താണ്? ഈശോയാണ് ഞങ്ങളുടെ കാരണം എന്ന് പറയാൻ കഴിയണം. പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. വചനം നമ്മൾ വായിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ സാധിക്കും. വചനം വായിക്കാൻ പ്രേരിപ്പിക്കുക, വചനം വിശദീകരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ജീവിതത്തിൽ ഉത്ഥാനം ചെയ്യപ്പെട്ടവർ എന്ന നിലയിൽ നമ്മുടെ ജീവിതം മുഖേന നമുക്ക് അവിടുത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുക, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക. ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതാണ് സാക്ഷ്യം. നമ്മുടെ ജീവിതം മുഖേന നമുക്ക് അവിടുത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാം, ജീവിത സാക്ഷ്യം. ദൈവമക്കളായിരിക്കുന്നതിലുള്ള സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ദൈവമക്കളായിരിക്കുന്നതിൻ്റെ സന്തോഷം, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. പൗലോസ്ലീഹായുടെയും ആഹ്വാനം അതാണല്ലോ. അപ്പോൾ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. അത് ദൈവമക്കളായിരിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ മകൻ മകളായിരിക്കുന്നത് കൊണ്ടാണ്. ഈശോ മിശിഹായിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതെന്നും തിന്മയുടെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഈ സ്വാതന്ത്ര്യം നമ്മെ രക്ഷിക്കുന്നുവെന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൽ ജീവിക്കുമ്പോഴാണ്, ഈശോയിൽ ജീവിക്കുമ്പോഴാണ്. ആ പ്രയോഗം നമ്മൾ ഓർക്കണം. ഈശോയിൽ ജീവിക്കുക, ഉത്ഥിതനിൽ ജീവിക്കുക, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനിൽ ജീവിക്കുക. അപ്പം നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത് അവിടെയാണ്. തിന്മയുടെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നതും അവിടെയാണ്. ഉത്ഥാനം നമ്മളെ വെല്ലുവിളിക്കുന്നത് ഇതിനാണ് എന്ന കാര്യം മറക്കരുത്. സ്വർഗീയ ഭവനത്തിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പുതുവെളിച്ചവും നവീന ശക്തിയും കരഗതമാകും സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ. എന്നാൽ ഇവ രണ്ടും ലഭ്യമാകുന്ന അനുദിന ജീവിതത്തിലെ നമ്മുടെ പ്രതിജ്ഞാബദ്ധതയിലും പരിശ്രമത്തിലുമാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ ഉത്ഥാനത്തിൻ്റെ അർത്ഥം ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ എന്ന ചിന്തയാണ്, ആ വിഷയമാണ് പരിശുദ്ധ പിതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത്. നമുക്കിത് സ്വീകരിക്കാം. ഉത്ഥിതൻ്റെ ജനമായി നമുക്ക് തീരാം. ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കാം. ഉത്ഥിതനെ പോലെ ചരിക്കാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു. ഉയർപ്പിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായും.